നമ്മളെന്ത് പോയിട്ട് പറഞ്ഞാലും അവർ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല എന്ന്. ഇവർ നല്ല ബ്ലോക്കുള്ള സമയത്തായിരിക്കും മൊബൈലിൽ കളിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിയടിക്കാനാണ് ഇവർക്ക് താല്പര്യം. ആ പോലീസ് DYSPയുടെ സ്ക്വാഡിൽ പെടുന്ന പോലീസുകാരാണ്. വിദ്യാർത്ഥികളൊക്കെ ഇവിടെ കൃത്യസമയത്ത് തിരിച്ച് വീട്ടിലേക്കും കൃത്യസമയത്ത് സ്കൂളിലേക്കും എത്തിയ കാലം മറന്നിട്ടുണ്ടാകും. ഇപ്പോൾ DPR ജനപ്രതിനിധികൾക്കോ ഇവിടുത്തെ ആരെയും കയ്യിൽ DPR ഇല്ലല്ലോ. നമസ്കാരം, ഹാരിസാണ്, ചാനൽ RBയിൽ നിന്ന്. ശബ്ദഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു ജില്ല കാസർഗോഡാണ്. കാസർഗോഡിൽ ഈ വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രദേശം ഉപ്പളയാണ്. ഉപ്പളയിൽ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട് NH66 ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. പ്രവൃത്തി അനുദിനം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭവുമായി നാട്ടുകാർ മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗം, സമരസമിതി ചെയർമാൻ ഗോൾഡൻ റഹ്മാനുമായി ഞാനൊരു അഭിമുഖം നടത്തി. അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് കാണാം. ഉപ്പളയിലുള്ള ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നിങ്ങളൊരു സമരത്തിലേക്ക് പോവുകയാണ്. സമരസമിതി എന്ന് പറയുന്നത് മുമ്പേ രൂപീകരിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഹൈവേൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഈ പദ്ധതി ഇല്ലെങ്കിൽ പണി ദ്രുതഗതിയിൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമരവുമായി നിങ്ങൾ മുന്നോട്ട് വരാൻ കാരണം? ഉപ്പളയുടെ വിഷയത്തിൽ ഇന്ന് വരെ ഒരു സമരം നടത്തേണ്ടി വന്നിട്ടില്ല. ഉപ്പളയിലെ ദേശീയപാത പ്രവൃത്തി ആരംഭിച്ച നാൾ മുതൽ ഉപ്പള ടൗണിൽ ഉണ്ടായിരുന്നത് 24 മീറ്റർ അണ്ടർ പാസേജ് ആയിരുന്നു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ്റെയും പത്തോടി റോഡിൻ്റെയും ആ ഒരു സ്ഥലത്തായിരുന്നു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നത്. അത് ബഹുമാനപ്പെട്ട MLAക്കും MP ക്കും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടു. ആ ശ്രദ്ധപ്പെട്ട സമയത്ത് അതിനെ ഫ്ലൈ ഓവറാക്കി മാറ്റാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി. നാട്ടിൽ പല സ്ഥലങ്ങളിലും അണ്ടർ പാസേജിന് വേണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടക്കുമ്പോൾ ഉപ്പളയിൽ ഞങ്ങൾക്കത് സമരം നടത്തേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ NH അധികാരികളുമായി സംസാരിച്ചു. മന്ത്രിയെ നേരിട്ട് MP-യും MLA ഒക്കെ വിസിറ്റ് ചെയ്തപ്പോൾ അത് 200 മീറ്റർ ഫ്ലൈ ഓവറാണ് ഞങ്ങൾക്ക് തന്നത്. അത് മതിയാവില്ല, വീണ്ടും ആ ഫ്ലൈ ഓവർ നീട്ടണമെന്ന് പറയുമ്പോൾ 10 മീറ്റർ കൂടി അനുവദിച്ചു. അങ്ങനെ 210 മീറ്ററിൻ്റെ ഫ്ലൈ ഓവർ പ്രവൃത്തിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നടന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു എന്തായാലും അതിനെ ഒന്ന് നീളം കൂട്ടണമെന്ന്. പക്ഷെ അവർ പല സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുണ്ടായിരുന്നു ഓരോ യോഗങ്ങളിലും ഓരോ NH അധികാരികളെ കാണുമ്പോൾ. പിന്നീട് അവസാനമായി ഈ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് കൈക്കമ്പയിൽ ഒരു അണ്ടർ പാസേജ് അനുവദിച്ചു. അവിടുത്തെ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും MLA MP അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ട് അവിടെ അണ്ടർ പാസേജ് അനുവദിച്ചു. ഈ അനുവദിച്ചപ്പോൾ ഇപ്പോൾ DPR ജനപ്രതിനിധികൾക്കോ ഇവിടുത്തെ ആരെയും കയ്യിൽ DPR ഇല്ലല്ലോ. ഓരോ പ്രവൃത്തി നടക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അണ്ടർ പാസേജിൻ്റെ പ്രവൃത്തി ഏകദേശം അവസാന ഘട്ടത്തിൽ കൈക്കമ്പയിൽ എത്തിച്ചേർന്നപ്പോഴാണ് അതിൻ്റെ ബാക്കി പ്രവൃത്തികൾ നടക്കുമ്പോൾ അതിന് കണക്റ്റഡ് റോഡ് പ്രവൃത്തി നടത്തുമ്പോഴാണ് ഏകദേശം 20 മീറ്റർ ഹൈറ്റിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ വാൾ മതിൽ പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ ഈ വിഷയം ഇങ്ങനെ പൊങ്ങുമ്പോൾ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ആ പ്രദേശങ്ങളിലൊന്നും ഫുട്ഓവർ ബ്രിഡ്ജ് പോലും അനുവദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൾ പാർട്ടി ലീഡേഴ്സ്, തൊഴിലാളികൾ, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, യുവജന സംഘം എല്ലാവരെയും ഉൾപ്പെടുത്തി ഉപ്പള NH ഫ്ലൈ ഓവർ ആക്ഷൻ കമ്മിറ്റി എന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം 27-ാം തീയതി കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. കാരണം അതൊരു സൂചനീയ സമരമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്തിൻ്റെ MLA ആണ് ഈ ഹൈവേ പ്രവൃത്തി ആരംഭിച്ച നാൾ മുതൽ MP MLA ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരം, അതേപോലെ വസങ്കടി, അതുപോലെ നമ്മളെ ബന്ദിയോട്, ആരിക്കാടി ഇവിടെയൊക്കെ ആയിരുന്നു അവർ വർക്ക് തുടങ്ങുന്ന സമയത്ത് അണ്ടർ പാസേജുകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം MLAയുടെയും MP യുടെയും നിരന്തരമായ ഇടപെടൽ കൊണ്ട്
ഏകദേശം 100% ഞാൻ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നില്ല. ഏകദേശം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ ഒരു പരിഹാരം സാധിച്ചിട്ടുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിലൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ എന്തായാലും ഉപ്പളയിലെ വിഷയം ന്യായമായ ഒരു കാര്യമാണ്. ഉപ്പള ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ നീട്ടുക എന്നത് പറയുന്നത് ന്യായമായ കാര്യമാണ്. കാരണം ഉപ്പളയെ സംബന്ധിച്ചിടത്തോളം ഉപ്പളയിൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, പോസ്റ്റ് ഓഫീസ്, BSNL ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ താലൂക്ക്, മഞ്ചേശ്വരം താലൂക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഉപ്പള. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇതൊക്കെ ഈ കുറ്റൻ മതിലുകൾ വരുമ്പോൾ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലേക്ക്. ഇപ്പോൾ ഉപ്പളയിൽ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് അണ്ടർപാസ് ഉള്ളത് കൈക്കമ്പയാണ്. പിന്നെ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉപ്പള കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഉപ്പളഗേട്ടാണ്. ആ ഉപ്പളഗേട്ടിൽ ഒരു വലിയൊരു ഇന്നോവക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത ഒരു അണ്ടർ പാസേജാണ് ഉപ്പളഗേട്ടിലുള്ളത്. പിന്നെ ഒസങ്കാടി വരെ പോയി തിരിച്ച് വരേണ്ട ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ സമരസമിതി പറയുന്നത് ഉപ്പള ഫ്ലൈ ഓവർ കൈക്കമ്പ തന്നെ നീട്ടണമെന്ന്, അത് ന്യായമായ കാര്യമാണ്. ഉപ്പളയുടെ വികസനത്തിന് അതിൻ്റെ ശവപ്പട്ടിയിൽ ആണിടിക്കുന്ന ഒരു പ്രവർത്തനമായി മാറും ഇപ്പോൾ ഹൈവേയുടെ പ്രവൃത്തി തീരുമ്പോൾ. ഇപ്പോൾ മറ്റൊരു കാര്യം ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പളയിൽ നിരന്തരമായി എല്ലാ ദിവസവും റോഡ് ബ്ലോക്കാണ്, ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങൾ ജനപ്രതിനിധികൾ, MLA, ഞാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു ജനപ്രതിനിധി നിരന്തരമായ അധികാരികളോട് പറയുകയാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാം. ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് യോഗം വിളിച്ചു ചേർത്തു. ജനങ്ങളുടെയും പാർട്ടിയുടെയും മറ്റു തൊഴിലാളികളുടെയൊക്കെ യോഗങ്ങൾ വിളിച്ചു, പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിന് തീരുമാനം എഴുതിക്കൊണ്ട് പോയതല്ല, അതൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് MLA വന്നു. MLA കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കളക്ടർ ഒരു പ്രതിനിധിയെ അയച്ചു, സബ് കളക്ടറെ അയച്ചു. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം വീണ്ടും ചോദിച്ചറിഞ്ഞു. ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വീണ്ടും ഈ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ വെച്ച് ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുമ്പ്, MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാൻ, പിന്നെ അതേപോലെ ഊരാളുങ്ങൾ കമ്പനി, പിന്നെ അതുപോലെ DYSP, RTO ഒക്കെ ഇരുന്ന ഒരു യോഗം. ആ യോഗത്തിൽ ഞങ്ങൾ കൃത്യമായി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ച പ്രശ്നങ്ങൾക്ക് പോലും ഇന്ന് വരെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം ഇവിടുത്തെ നാട്ടുകാർ തന്നെ കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ ശരിയാക്കലാണ്. കാരണം ഉപ്പള ടൗണിൽ പോലീസുണ്ട്. ആ പോലീസ് DYSPയുടെ സ്ക്വാഡിൽ പെടുന്ന പോലീസുകാരാണ്. നമ്മളെന്ത് പോയിട്ട് പറഞ്ഞാലും അവർ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല എന്ന്. ഇവർ നല്ല ബ്ലോക്കുള്ള സമയത്തായിരിക്കും മൊബൈലിൽ കളിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിയടിക്കാനാണ് ഇവർക്ക് താല്പര്യം. ഇവർക്ക് ബ്ലോക്ക് നേരെ വണ്ണം ക്ലിയർ ചെയ്യാനില്ല. ബസ് ഉപ്പള ടൗൺ കൈക്കമ്പ കഴിഞ്ഞാൽ ബസ്സിന് ഒരു ഏകദേശം ഒരു 10 സ്റ്റോപ്പെങ്കിലും ബസ്സുകാർ നിർത്തും. ഇതൊക്കെ ഒഴിവാക്കിയാൽ സുഗമമായി ഉപ്പള ടൗൺ കടന്നു പോകാൻ പറ്റും. എത്ര മംഗലാപുരത്തേക്ക് പോകുന്ന ആംബുലൻസുകളാണ് ഇവിടെ ഈ ബ്ലോക്ക് മൂലം പെട്ടുപോകുന്നത്? എത്ര രോഗികളാണ് പോകുന്നത്? എത്ര വിദ്യാർത്ഥികളൊക്കെ ഇവിടെ കൃത്യസമയത്ത് തിരിച്ച് വീട്ടിലേക്കും കൃത്യസമയത്ത് സ്കൂളിലേക്കും എത്തിയ കാലം മറന്നിട്ടുണ്ടാവും. ഈ ബ്ലോക്കിൽ പോയിട്ട് രാവിലെ മുതൽ ബ്ലോക്ക്, വൈകുന്നേരം ബ്ലോക്ക്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം വളരെ കൃത്യമാണ്. ഉപ്പളയിലെ ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ നീട്ടുക, ഉപ്പളയിലെ നിലവിലുള്ള ട്രാഫിക് ബ്ലോക്കിന് ശാശ്വതമായ പരിഹാരം കാണുക.